എന്ത് രസമാണെന്ന് നോക്കി ഈ പൂക്കൾ കാണാൻ. നല്ല ഭംഗിയില്ലേ നീല കളർ പൂവ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓണക്കാലമാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ തരം പൂക്കൾ, അതായത് വാടാമല്ലി, ഇങ്ങനത്തെ പൂക്കൾ ഇതെല്ലാം പറിക്കുമായിരുന്നു ഓണത്തിന് പൂവിടാൻ. ഞങ്ങൾ ഈ തവണ അത്തത്തിന് പൂവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, അതിനുള്ള സിറ്റുവേഷനല്ല. പിന്നെ ഈ ഇത് കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്നാണെന്നറിയാമോ? ഓണക്കാലമാകുമ്പോൾ നമുക്ക് ഒത്തിരി പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. ഇത് നോക്കി, എന്ത് പലതരത്തിലുള്ള പൂക്കളാണിത്. നല്ല ഭംഗിയല്ലേ ഇത് നോക്കാം, കണ്ടാൽ നല്ല ഐശ്വര്യമാർന്ന പൂക്കൾ പല കളറിലാട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പൂക്കൾ, പിന്നെ ഇത് ഇങ്ങനെയൊക്കെയുള്ള പൂക്കളാണ് ഇവിടെ അധികവും. നല്ല ഭംഗിയാണ് കാണാനൊക്കെ, നല്ല രസമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളെ ഒരു പഴയകാല മെമ്മറിയാണ് ഇതൊക്കെ, ഓർമ്മകൾ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കുട്ടിക്കാലം ഞങ്ങൾ മിസ് ചെയ്യുക. നല്ല നല്ല ഓർമ്മകളല്ലേ ഈ ഓണക്കാലം ആകുമ്പം. ഓണക്കാലം, പിന്നെ ക്രിസ്തുമസ്, അങ്ങനെ ഒരു വെക്കേഷൻ ഒക്കെ നമ്മളെ ഒരു ഓർമ്മകളാണ് ഇതൊക്കെ. ഇതെല്ലാം ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഇങ്ങനെ പൂ പറിക്കാൻ പോകണു, പിന്നെ ഓണത്തിന് പൂവിടുന്നു. ഇത് കണ്ടോ, പണ്ടൊക്കെ വാടാമല്ലി പൂവും ഇതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയിട്ടോ ഈ പൂക്കളൊക്കെ. ഈ വാടാമല്ലി എന്ന് പറഞ്ഞ സംഭവമൊക്കെ അന്യം നിന്ന് പോയി ഈ പൂക്കളൊക്കെ. പിന്നെ കടലാസ് റോസ, ഇത് കണ്ടോ, കടലാസ് റോസ ഇത്, അതെല്ലാം ഇപ്പം ഒരിടത്തും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കടലാസ് റോസ. പിന്നെ ഈ പൂക്കൾ ഇതെല്ലാം അങ്ങ് പോയി. കാലം പണ്ടത്തെ മാതിരിയല്ലാന്നേ, ഒക്കെ മാറ്റം, ന്യൂജൻ സമ്പ്രദായങ്ങളൊക്കെ അല്ലേ ഇപ്പം. അതുകൊണ്ട് ഇതെല്ലാം പോയി. അപ്പോൾ എൻ്റെ മനസ്സിലും ഒരു പാട്ട് പിന്നെ ഓർമ്മ വരും കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഈ ഓണക്കാലത്ത് പൂ പറിക്കാൻ നടക്കണം. എൻ്റെയൊക്കെ കൊച്ചിൽ ഓർത്ത് വരുവാണെങ്കിൽ, എൻ്റെയൊക്കെ കൊച്ചിലെ പ്രായത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള കുട്ടികളും എല്ലാവരും കൂടെ കൂടി, ഈ മലമ്പ്രദേശം കേട്ടോ, ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ കൂമുള്ളും കാടുകളും ഒക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവിടെ മുള്ളുംപൂ, വീണ്ടപ്പൂ, അങ്ങനെയുള്ള, പിന്നെ കുങ്ങിണിപ്പൂ, അങ്ങനെ മുള്ളുംപൂ, പിന്നെ അങ്ങനെയുള്ള പൂക്കളൊക്കെ പറിക്കാനായിട്ട് ഒത്തിരി കുട്ടികളിങ്ങനെ ഓണക്കാലത്ത് അവിടെ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒത്തിരി വലിയ മലകളും പാറകളും ഒക്കെ ആയിട്ട് ഉള്ള സംഭവങ്ങളാട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി പൂ പറിക്കുമായിരുന്നു. ഇത് കണ്ടു, പണ്ടൊക്കെ ഈ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം വീടുകളൊക്കെ ഉണ്ട്, എന്നാലും ഇതെല്ലാം പോയിട്ട് പുതിയ പുതിയ പൂക്കളുകൾ വന്നു. ചെടികളെല്ലാം ആൾക്കാർക്ക് കിട്ടി തുടങ്ങി. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പൂക്കളല്ലേ നമ്മുടെ വീട്ടിൽ, ചെമ്പരത്തി, റോസ, ചെത്തി, കാട്ടുചെത്തി, അങ്ങനെയുള്ള പൂക്കൾ. അപ്പം അങ്ങനെയാണെന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലം. ഇതൊക്കെ പിന്നെ എന്നാന്ന് വെച്ചാൽ, അന്നൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ലല്ലോ. ഇത് കണ്ടോ, ഈ പൂക്കളൊക്കെ കണ്ടോ, നല്ല ഭംഗിയല്ലേ നോക്കാം. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനത്തെ പൂക്കളൊക്കെയാണ്. പൂക്കളൊക്കെയാണ് ഇങ്ങനത്തെയാണ് എല്ലാം. എൻ്റെ ഫോണേ അത്ര ക്ലിയർ അല്ല കേട്ടോ, എന്നാലും ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ പൂക്കളൊക്കെയാണ് ഇവിടുത്തെ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടാൻ. ഈ പാട്ടൊക്കെ ഓർമ്മ വരുന്നില്ലേ ഈ പൂക്കൾ കാണുമ്പോൾ? ഇതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നു എല്ലാം. ഈ പാട്ട് ജാനകിയമ്മ പാടിയ പാട്ടല്ലേ ഇതൊക്കെ.
അതൊക്കെ നമുക്കൊരു മിസ്സായിക്കൊണ്ടിരിക്കുന്ന കാലമാട്ടോ ഇപ്പോൾ വന്നത്. എല്ലാം നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നു. ഇതും എല്ലാം പഴങ്കഥകളും പഴംപാട്ടുകളും ഓണക്കളികളും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കുറേ ഓണവിഭവങ്ങൾ, ഓണസദ്യ, ഇതെല്ലാം ഇങ്ങനെയാണ്. ഇതിപ്പോൾ എവിടെയാണെന്നറിയാമോ? ഇത് തൊടുപുഴയിൽ നിന്ന് വെങ്ങല്ലൂർ ബൈപ്പാസ് റോഡാട്ടോ ഇത്. അതിൻ്റെ ഒരു വശമാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. എനിക്ക് വേണ്ടി കഴിവതും ഇതിപ്പോൾ ഈ വീഡിയോ ഇടാൻ നമ്മൾക്ക് പറ്റുന്നില്ല. കാരണം എന്നാണെന്നറിയാമോ? എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു അസുഖം വന്നു. അസുഖം എന്ന് പറഞ്ഞാൽ ശരിക്കും അസുഖമുണ്ട് എനിക്ക്. ഇത് നോക്കിക്കേ, മലയും കാടും നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ. ഇവിടെയൊക്കെയാണ് നമ്മളുടെ ഏരിയ. തൊടുപുഴയിൽ നിന്നൊരു 1 കിലോമീറ്റർ വന്നാൽ മതി ഇവിടുന്ന്. ശരിക്കും തൊടുപുഴയുടെ ചങ്ക് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ വാസങ്ങൾ. നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, എല്ലാവരും മടിക്കരുത്. എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്കിപ്പോൾ ഒരു അസുഖം, അങ്ങനെ ഓരോരോ അസുഖങ്ങൾ വന്ന് പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടിപ്പോൾ ഒരു വീഡിയോയും ഞാൻ ഇടുന്നില്ല. പലതരം അസുഖങ്ങളാണ് വന്നത്, കിഡ്നി, ഹാർട്ട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ആശുപത്രികളെയൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടാൻ നേരം കിട്ടുന്നില്ല. ഇതാണ് ഇതിനകത്ത് സത്യം. ഞാൻ ചുമ്മാ ഇന്ന് നോക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്തിപ്പോൾ വലിയ കഥകളൊന്നുമില്ല, എന്നാലും പലതരം പൂക്കൾ. ഈ ഓണക്കാലമല്ലേ, അപ്പോൾ നിങ്ങളുടെ ഒന്ന് കാണിച്ച് ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്.